ഒരു 4 വീൽ വണ്ടി അല്ലെങ്കിൽ ഒരു ട്രക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആകുന്ന ഒരു സംഭവമാണ്. പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണിത്. US-ൽ നിന്ന് ദുബായ് വഴി ആഫ്രിക്കയിലേക്ക് പോകാൻ പോകുന്ന വണ്ടിയാണിത്. ഇന്ന് നമുക്ക് ഇൻസ്പെക്ഷൻ വന്ന വണ്ടികളിലൊന്നാണ് ഈ കാണുന്ന ഫോർഡ് F550. ഇത് നമുക്ക് ഇൻസ്പെക്ഷൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഷിപ്പിങ്ങിനിടയിൽ ഉണ്ടായിട്ടുള്ള ഡാമേജ്, ഈ കാണുന്ന ഡാമേജ് ആണ് നമ്മുടെ ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള കാരണമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡാമേജ് ഷിപ്പിങ്ങിനിടയിൽ വന്നിട്ടുള്ളതാണ്. ഇത് എത്രമാത്രം ഇന്റേണലി ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുമാണ് കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടി സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബമ്പറിന്റെ സ്കേർട്ടിങ്ങിലുള്ള ഡാമേജ് അല്ലാതെ അടിഭാഗത്തേക്ക് വേറെ ചേസിലോ അല്ലെങ്കിൽ സസ്പെൻഷനിലോ ഒരു ഡാമേജ് ഒന്നും വന്നിട്ടില്ല. ഈ ഒരു വണ്ടി കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഷിപ്പ് ചെയ്തിട്ട് വരുന്ന വണ്ടികളാണ് GCC-ലാണെങ്കിലും ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ പുതിയത് ആയിട്ട് നമ്മൾ വാങ്ങുന്ന വണ്ടികളും. അപ്പോൾ അതിലും ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ 0 കിലോമീറ്റർ GCC വണ്ടി വാങ്ങുകയാണെങ്കിലും ഷിപ്മെന്റിലൊന്നും ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ വണ്ടി വാങ്ങാൻ പാടുള്ളൂ. 6.7 ലിറ്റർ ടർബോ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത് കേട്ടോ. ആകെ 17 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഡാമേജ് ഒന്നും അകത്തേക്കൊന്നും വന്നിട്ടില്ല, പുറത്ത് മാത്രമുള്ള ആ ഒരു ഡാമേജ് മാത്രമേ വന്നിട്ടുള്ളൂ. സിംഗിൾ ക്യാബിനും പിന്നെ അതിന്റെ മുകളിൽ കാലിയുള്ള ചേസും മാത്രമേ വരുന്നുള്ളൂ. ഇതിന്റെ മുകളിൽ ഏത് പർപ്പസിനനുസരിച്ചുള്ള ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം മാത്രമാണിത്. GCC-ലുള്ള ഷിപ്മെന്റ് ആണെങ്കിലും ഈ ടൈപ്പ് ടൈ ഉപയോഗിച്ച് വണ്ടി ഹോൾഡ് ചെയ്തിട്ടാണ് ഷിപ്മെന്റ് ചെയ്യുന്നിട്ടുള്ളത് കണ്ടെയ്നറിന്റെ അകത്ത്. അപ്പോൾ ഇത് എനി ടൈം പൊട്ടാനും ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണമാണ് ഇതിന്റെ ഫ്രണ്ടിലും ഇതുപോലുള്ള ഒരു ഡാമേജ് ഉണ്ടായിട്ടുള്ളത്.